സംസ്ഥാനത്തേക്ക് എത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ഇതിന് സമാന്തരമായി ഇതര സംസ്ഥാനക്കാർ ഉൾപ്പെടുന്ന ക്രൈം കേസുകളും കൂടി വരികയാണ്. 2023 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതികളായ 2233 കേസുകളാണ് കൊച്ചിയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 2023 മുതൽ 2024 വരെ എറണാകുളം ജില്ലയിലേക്ക് മാത്രം എത്തിയത് 1,35,294 ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്നാണ് പോലീസിന്റെ കണക്ക്. എന്നാൽ ഇതിന് സമാനമായി കർശന നടപടികൾ തുടർന്നിട്ടും കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളും കൂടുന്നു. 2 വർഷത്തിനിടെ 2233 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കേസുകൾ കൂടുതൽ ഗ്രാമീണ മേഖലയിലാണ്. അതിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് ആലുവയിലെ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസ്. മൂവാറ്റുപുഴ മുടവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തിയത് ഭാര്യയാണ്. ഇത്തരത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി കേസുകളും ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ആസാമിൻ ഹീറോയിൻ അങ്ങനെയുള്ള സാധനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. അത് ചിലപ്പോൾ അവർ മദ്യലഹരി കുടിച്ചിട്ട് അവരുടെ ക്യാമ്പിൽ തന്നെ 2-3 മൈഗ്രൻസിൽ തമ്മിൽ കുറച്ച് ബഹളമുണ്ടാവും. അത് അതിൻ്റെ വൈരാഗ്യൻ്റെ അടിസ്ഥാനത്തിൽ മേ ബി ഒരു അറ്റംപ്റ്റ് ടു മർഡർ ഗ്രീവിയസ് ഹേർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. കേരളത്തിലേക്ക് ലഹരിയുടെ ഒഴുക്കിന്റെ വഴി പ്രധാനമായും ഇതര സംസ്ഥാന തൊഴിലാളികളിലൂടെയാണ്. ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്ന ലഹരി കേസുകൾ തന്നെ ഉദാഹരണം. കൊടും കുറ്റവാളികൾ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി സംസ്ഥാനത്ത് എത്തുന്നുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ക്രൈം കേസുകളിൽ നേരിയ കുറവുണ്ടെങ്കിലും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കേരളത്തിലേക്ക് ഒഴുകുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴിയാണ്. ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നുമാണ്. കടുത്ത നടപടിയിലേക്കാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. പിടിമുറുക്കിയിരിക്കുകയാണ് കേരള പോലീസ്.